എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു കർക്കിടക മാസത്തിൽ കഴിക്കേണ്ടതായിട്ടുള്ള പല മരുന്നുകളിലും ചേർക്കുന്ന ഒന്നാണ് ഉലുവ. ഇന്ന് നമുക്ക് ഈ ഒരു ഉലുവ വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വട്ടയപ്പമാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഈ ഒരു വട്ടയപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 2 സ്പൂൺ അളവിൽ ഉലുവ കൂടി ചേർക്കണം. ഇനി ഒരു 5 മണിക്കൂറോളം ഒന്ന് കുതിർത്താൻ മൂടി വെച്ച് കൊടുക്കാം. 5 മണിക്കൂറിന് ശേഷം കുതിർത്തിയ പച്ചരി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് നാളികേരം കൂടി ചേർത്തിട്ട് വേണം ഒന്ന് അരച്ചെടുക്കാനായിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവില് നല്ല ജീരകവും വട്ടയപ്പത്തിന് നല്ലൊരു ടേസ്റ്റിനായിട്ട് ഏലക്കയും അരച്ചെടുക്കാനുള്ള വെള്ളത്തിന് പകരമായിട്ട് മധുരത്തിന് ചേർക്കുന്ന ശർക്കര പാനിയും കൂടി ചേർത്ത് തരിതരിപ്പായിട്ട് തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാം. വട്ടയപ്പം തയ്യാറാക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള മധുരം ചേർക്കാവുന്നതാണ്. ഇനി അരച്ചെടുത്ത മാവ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. വട്ടയപ്പം തയ്യാറാക്കുമ്പോൾ നല്ല സോഫ്റ്റ് കിട്ടുന്നതിനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ചോറ് അവിലോ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോ അരച്ച ഉടൻ തന്നെ വട്ടയപ്പം തയ്യാറാക്കാൻ പോവാണ്. ഇതിനായിട്ട് ചൂടായിട്ടുള്ള ആവി പാത്രത്തിലേക്ക് ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കുവാണ്. മാവ് കോരി ഒഴിച്ചു കൊടുക്കുമ്പോൾ അധികം കട്ടിയായിട്ടൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഒരു 15 മിനിറ്റ് നേരം നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ആവിയിൽ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള വട്ടയപ്പം ഇവിടെ റെഡിയാണ്. ഈ ഒരു കർക്കിടക മാസത്തിൽ ശരീരരക്ഷയ്ക്കായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.